ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ്മി അനന്തു. മക്കളെ, +2 കമ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സേ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ അവരാണ് ഈ വീഡിയോ കാണേണ്ടത്. റെഗുലർ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, സോ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. സോ സേ കുട്ടികൾ, എല്ലാ എക്സാം എഴുതുന്ന സേ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയോ ഫിസിക്സോ മാത്സോ ഇംഗ്ലീഷോ ഏത് എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർക്കുണ്ടാകുന്ന ഒരു ഡൗട്ടാണ് മക്കളെ. സോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. കാരണം ഇനിയൊരു ഡൗട്ട് ഉണ്ടാകാൻ യാതൊരു വഴിയില്ല. ഹോൾ ടിക്കറ്റ് കൈ കിട്ടിയതിന് ശേഷം വരുന്ന ഒരു ഡൗട്ടാണ്. ഇനി ഒരു ഡൗട്ടും ഉണ്ടാകത്തില്ല. അവസാനത്തെ ഡൗട്ടാണ്, ഇതും കൂടെ ക്ലിയർ ചെയ്ത് തരുവാണ്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് മക്കളെ. സോ അതേപോലെ തന്നെ അവസാനത്തെ ഈ ഒരു ഡൗട്ടും കൂടെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഇത് പലയിടത്തും നിങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷനാണ്. സോ അത് മാറ്റിത്തരാനായിട്ട് വന്നിരിക്കുന്ന മക്കളെ. ഹോൾ ടിക്കറ്റ് എല്ലാവരും വാങ്ങിയോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചെല്ലുക. സ്കൂളിൽ ഓൾറെഡി അത് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫോട്ടോയും പേരും കറക്റ്റാണോ, രജിസ്റ്റർ നമ്പർ കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്ത ശേഷം സൈൻ ചെയ്തത് വാങ്ങുക. ഫോട്ടോ കറക്റ്റാണോ നിർബന്ധമായിട്ട് നോക്കിക്കോണം കേട്ടോ. കാരണം നിങ്ങൾ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ല. സോ ഫോട്ടോ അങ്ങനെ മാറി പോകാം. അതുകൊണ്ട് ഫോട്ടോ കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്ത ശേഷം മാത്രം വാങ്ങുക. ഓക്കെ. ഇനി ഹോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ട്, അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏത് എക്സാമും ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾക്കുണ്ടാകുന്നൊരു ഡൗട്ട് പലരൊക്കെയും ചോദിച്ചു പല രീതിയിലാണെന്ന് പറയുന്നത്. മണ്ടത്തരം കാണിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മണ്ടത്തരം കാണിക്കരുത്. കഴിഞ്ഞ വർഷമൊക്കെ പലരും മണ്ടത്തരം കാണിച്ച് ഉള്ള മാർക്ക് കൂടെ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് മക്കളെ, ഇനി അത് ആവർത്തിക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. മണ്ടത്തരം കാണിക്കരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതും കേട്ടോ മക്കളെ. ഇതുപോലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെ കൂടിക്കോ. കാര്യത്തിലേക്ക് കടക്കാം. അതിന് ഒരു കാര്യം കൂടെ, ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മക്കളെ. മറ്റൊന്നുമില്ല, മാത്സിൻ്റെ ക്ലാസ്സുകളാണ് ഞാൻ എടുക്കുന്നത്. മാത്സിൻ്റെ അധ്യാപകനാണ് ഞാൻ. സോ ഇത് കാണുന്ന എൻ്റെ മാത്സിൻ്റെ കുട്ടികളോട് ജസ്റ്റ് 2 വാക്ക്, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. മക്കളെ, നിങ്ങൾക്ക് ജയിക്കാനുള്ള അവസാന അവസരം അതാണ് ഞാനിവിടെ തരുന്നത്. സോ നിങ്ങൾക്ക് ക്ലാസ്, നല്ലൊരു ക്ലാസ്, ബേസിക് ലെവലോട്ടുള്ള ക്ലാസ് പഠിച്ച് ജയിക്കുക എന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അവസാന അവസരമാണ് മക്കളെ. താഴെ കാണുന്ന നമ്പറിൽ എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക. വളരെ ചെറിയൊരു എമൗണ്ടിൽ 499, ആ ഒരു ചെറിയൊരു എമൗണ്ടിലാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. അവസാന അവസരമാണ് മക്കളെ. ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടി വരത്തില്ല. ഞാൻ പറയണത് എല്ലാവരും ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ കുട്ടികളെയും സേ എക്സാം എന്നുള്ള ആ ഒരു കടമ്പ കടത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. സേ കുട്ടികൾക്ക് പ്രത്യേക ബാച്ച്. സോ നിങ്ങൾക്കുള്ള അവസാന അവസരമാണ് മക്കളെ. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത്, മാത്സ് മാത്രമേ ഉള്ളൂ. മാത്സ് എക്സാം, സേ എക്സാം എഴുതുന്ന ഏതൊരു കുട്ടിക്കും ജോയിൻ ചെയ്യാം. വളരെ ചെറിയ എമൗണ്ടിൽ ഫീസ് എല്ലാം ഞാൻ താഴ്ത്തിയിട്ടുണ്ട്. സോ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. സേ 25 എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. ഓക്കെ, സേ 25 എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നൽകാം. അതിനോടൊപ്പം നിങ്ങളെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആപ്പുഴേക്ക് നമ്മുടെ ക്ലാസ്. കാരണം കുട്ടികൾ എന്നോട് സാറേ യൂട്യൂബിൽ ക്ലാസ് ഇടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം എക്സാം എടുക്കുമ്പോൾ ഇട്ട പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. പക്ഷേ സേ എക്സാം, സ്പെഷ്യലായിട്ടൊരു സേ എക്സാം നിങ്ങൾക്ക് വരുന്നേ ഉള്ളൂ. ഇത് റെഗുലർ കുട്ടികളുടെ കൂടെയാണ് നിങ്ങൾ സേ എക്സാം എഴുതുന്നത്. സോ റെഗുലർ കുട്ടികളുടെ അതേപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം അല്ലെങ്കിൽ ആ ഒരു സമയവും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. അതേപോലെ അവരെ പോലെ എല്ലാ കൺസെപ്റ്റും പഠിക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് കാണത്തില്ല. അപ്പം നിങ്ങളോട് പറയാനുള്ള മക്കളെ, നിങ്ങൾക്കായിട്ട് സ്പെഷ്യൽ ബാച്ച് എന്ന് പറയുമ്പോൾ ജയിക്കുക, ഡബിൾ പാസ് വാങ്ങുന്നതിനപ്പുറം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 100% ജയിച്ചിരിക്കും. എക്സാമിൻ്റെ പാറ്റേൺ മാറി വരുവാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്ന മക്കളെ, ഒരു എന്താ പറയുക, നിങ്ങൾ വീണ്ടും റിസ്ക് എടുക്കരുത്. ഓക്കെ, എല്ലാ കുട്ടികളെയും ജയിപ്പിക്കുന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് മക്കളെ ഞാൻ പറയുന്നത്. താല്പര്യമുള്ളവർക്ക് അവസാന അവസരമാണ്. വെറും 14-15 ദിവസം കൂടിയുള്ളൂ നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾക്ക് ജയിക്കാനുള്ള അവസാന അവസരമാണ്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കിട്ടത്തില്ല. ഈ ദിവസങ്ങൾ എങ്ങനെയെങ്കിലും എഴുതി ജയിക്കണം മക്കളെ. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കടക്കുവാണ്. സോ ബാക്കിയുള്ള കുട്ടികൾ സ്കിപ്പ് ചെയ്ത് ഇവിടെ എത്തിക്കാണും അല്ലേ? മാത്സ് എഴുതാത്ത കുട്ടികളെല്ലാം സ്കിപ്പ് ചെയ്ത് ഇവിടെ എത്തിക്കാണും. കാര്യത്തിലേക്ക് കടക്കാൻ പോകണം മക്കളെ. ഹോൾ ടിക്കറ്റ് കിട്ടി, പക്ഷേ അതിനകത്ത് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ് മക്കളെ, അത് ഞാൻ പറയാൻ പോവാണ്. ഇതാണ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്. ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കുക. സോ പലരും ഹോൾ ടിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ്, എക്സാം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. സാറേ ഞാൻ +1 എഴുതണോ, +2 എഴുതണോ? സോ ഇങ്ങനെയുള്ള ഡൗട്ടുകൾ കുറേ പേർക്കുണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാരണം +1 +2 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം മക്കളെ. വീഡിയോ ക്ഷമയോടുകൂടി ഒന്ന് കാണുക കേട്ടോ. ഓക്കെ, കാരണം മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത്. അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്.
മക്കളെ നിങ്ങൾക്ക് +1 അല്ലെങ്കിൽ +2 ഇതിൻ്റെ അകത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് +1 എക്സാമ്പിളിന് +1 ഒരു 18 മാർക്കുണ്ട്. സോ നിങ്ങൾ +1 ജയിച്ചിരിക്കുവാണ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു സാറേ എനിക്ക് +2 മാത്രം മതി. സോ +2 രജിസ്റ്റർ ചെയ്യാനുള്ള പൈസയാണ് നിങ്ങൾ കൊടുത്തത്. കാരണം +2ന് നിങ്ങൾക്ക് 11 മാർക്കുള്ളതെന്ന് വെച്ചോ, നിങ്ങൾ തോറ്റുപോയി അല്ലേ. 18ഉം 11ഉം 29 മാർക്കേ ഉള്ളൂ. 36 മാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തോറ്റുപോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, +2 രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസാണ് നിങ്ങൾ കൊടുത്തത്. സോ +2 മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഫീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇതേപോലെ തിരിച്ചു +2 നല്ല മാർക്കുള്ള കുട്ടികൾ +1 മാത്രമായിട്ട് എഴുതാനായിട്ട് ഫീസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത്. പക്ഷേ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ ഉള്ള പ്രശ്നം ഇതിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ട്. ഞാൻ ഒരെണ്ണത്തിനല്ലേ ഫീസ് കൊടുത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണമല്ലേ ഇമ്പ്രൂവ് അല്ലെങ്കിൽ സേ എഴുതുന്നുള്ളൂ, പിന്നെന്തുകൊണ്ടാണ് ഈ 2 എണ്ണം വന്നത്? ഇത് ആരോട് ചോദിക്കും? ഇത് പ്രശ്നമായല്ലോ. അയ്യോ എൻ്റെ 2 മാർക്കും പോവും. കാരണം എനിക്ക് ഓൾറെഡി സാറ് പറഞ്ഞാണല്ലോ, ഞാൻ പറഞ്ഞാണല്ലോ +1 ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ഈ വർഷം ഏത് എക്സാമാണോ എഴുതുന്നത് ആ എക്സാമിൻ്റെ മാർക്ക് ഇപ്പോൾ എഴുതാൻ പോകുന്ന മാർക്കായി കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ +2 എഴുതുവാണെങ്കിൽ നിങ്ങളുടെ 11 മാർക്ക് എന്നേക്കുമായി ഇല്ലാതാകും. ഇനി എഴുതാൻ പോകുന്ന മാർക്ക് എടുക്കത്തുള്ളൂ. ഇനി +1 ആണ് എഴുതണമെങ്കിൽ 18 എന്ന മാർക്ക് എന്നേക്കുമായി ഇല്ലാതാകും. നിങ്ങൾ എഴുതി 10 മാർക്കാണ് കിട്ടണമെങ്കിൽ 10 മാർക്ക് എടുക്കത്തുള്ളൂ. ഇനി 20 മാർക്ക് കിട്ടണമെങ്കിൽ 20 മാർക്ക് എടുക്കത്തുള്ളൂ. ഏത് മാർക്കാണോ എഴുതി കിട്ടുന്നത് അതേ ഇനി എടുക്കത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 18 മാർക്ക് കിട്ടി, പലരും ഡൗട്ടാണ് 18 മാർക്കുണ്ട്, സോ ഞാൻ എഴുതി എനിക്ക് 10 മാർക്ക് കിട്ടി 18 എടുക്കും. അങ്ങനെയില്ല കേട്ടല്ലോ. 18 മാർക്കാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എഴുതി 2 മാർക്ക് കിട്ടിയാൽ ആ 2 മാർക്ക് എടുക്കത്തുള്ളൂ. നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ പലർക്കുമുള്ള ഡൗട്ടാണ്. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കേസിൽ മക്കളെ, ഇമ്പ്രൂവ്മെൻ്റ് കുട്ടികൾക്ക്, റെഗുലർ കുട്ടികൾക്കാണെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിൽ 18 മാർക്കുണ്ട്, അവൻ ഇമ്പ്രൂവ് ചെയ്തു, അവന് 25 മാർക്ക് കിട്ടിയെങ്കിൽ 25 എടുക്കും, 10 മാർക്ക് കിട്ടിയുള്ളെങ്കിൽ അവന് 18 മാർക്ക് എടുക്കും. ഏത്? റെഗുലർ കുട്ടികൾക്ക്. പക്ഷേ സേ കുട്ടികൾക്ക് ആ പരിപാടി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പലയിടത്തും പല ടീച്ചേഴ്സും ഇങ്ങനെ കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ +1 കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുമ്പോൾ മക്കളെ, നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നത് റെഗുലർ കുട്ടികളെ പോലെയല്ല. അവരുടെ അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങൾ എഴുതാൻ പോകുന്ന മാർക്ക് എത്രയാണോ അതേ എടുക്കത്തുള്ളൂ. ഓൾറെഡി കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണെങ്കിലും മക്കളെ, 2ൻ്റെയും ടൈം ടേബിൾ അല്ലെങ്കിൽ 2 എക്സാം അറ്റൻഡ് ചെയ്യുന്ന വിധത്തിലുള്ള ഹോൾ ടിക്കറ്റ് വന്നു കാണും. കാരണം രജിസ്ട്രേഷൻ ഒരെണ്ണമായിട്ട് നടക്കത്തില്ല. നിങ്ങൾ ഒരെണ്ണം മതി എന്ന് പറഞ്ഞു കൊടുത്താലും 2 എണ്ണം വേണമെന്ന് പറഞ്ഞു കൊടുത്താലും ഒരേപോലെയായിരിക്കും രജിസ്ട്രേഷൻ നടക്കുന്നത്. കാരണം 2 കൂടെ ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 2ൻ്റെയും കൂടെ ഒരുമിച്ചുള്ള മാർക്കാണല്ലോ 36 മാർക്ക് ജയിക്കാനുള്ള മാർക്ക് അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷിനൊക്കെ ആണെങ്കിൽ 48 മാർക്ക് വേണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു കൊടുത്താലും 2 എണ്ണം വേണമെന്ന് പറഞ്ഞു കൊടുത്താലും മക്കളെ ഒരുമിച്ചായിരിക്കും രജിസ്ട്രേഷൻ നടക്കുന്നത്. സോ 2 എണ്ണത്തിനും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ എന്ന് കരുതി പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏത് എക്സാമാണോ വേണ്ടത് അതെഴുതിയാൽ മതി. ഞാൻ വീണ്ടും പറയാണ്, ഹോൾ ടിക്കറ്റ് 2 എണ്ണം ഉണ്ടെന്ന് കരുതി 2 എഴുതാൻ നിൽക്കരുത്. 2 എണ്ണം എഴുതാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് 2 എണ്ണം എഴുതാം. പക്ഷെ ഹോൾ ടിക്കറ്റിനകത്ത് 2 വന്നു എന്ന് കരുതി 2 എണ്ണം എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ വിചാരിച്ച പോലെ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഞാൻ വീണ്ടും അത് പറയുവാണ്. കാരണം 2023 കഴിഞ്ഞ വർഷം ഇതേപോലെ എന്നെ ഒരു കുട്ടി വിളിച്ചിട്ട് സങ്കടത്തോടെ പറയുക, സാറേ എനിക്ക് പലയിടത്തും ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല സാറേ. കാരണം എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് 22 മാർക്ക് +1 +2 എനിക്ക് 10 മാർക്കേ ഉള്ളായിരുന്നു. ടോട്ടൽ 32 മാർക്ക്. ആ കുട്ടി തോറ്റുപോയി അല്ലേ. കാരണം 22 മാർക്ക് ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒരു 14 മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ജയിച്ചാരേ. പക്ഷെ ആ കുട്ടി തോറ്റുപോയി. അപ്പോൾ ആ കുട്ടി, ഞാൻ പറയുന്നില്ല ഏത് സ്കൂളാണെന്നൊന്നും പറയുന്നില്ല, ആ കുട്ടി ഒരു ടീച്ചറിനൊക്കെ ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് നീ 2 എഴുതിയേ പറ്റൂ. 2023 കഴിഞ്ഞ വർഷം 2023 കുട്ടി 2024 കഴിഞ്ഞ വർഷം സേ എക്സാം എഴുതിയ കുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത് ഞാൻ. ആ കുട്ടി 2024 സേ എക്സാം എഴുതി. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞത് എന്താണ്, നീ എന്തായാലും തോറ്റതാണ്, നീ 2 വർഷം എഴുതണം. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, 2 വർഷം എഴുതി. ഓക്കെ, 2 വർഷം എഴുതി. അപ്പോൾ ആ കുട്ടിയുടെ 22 മാർക്ക് പോയി. കാരണം ഓൾറെഡി നല്ല രീതിയിൽ 22 മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് കിട്ടിയത് 13 മാർക്ക്, +2 കിട്ടിയത് 16 മാർക്ക്. ജയിച്ചോ? അവൾ ജയിച്ചോ? ഇല്ല. എത്രയായി? 29 മാർക്ക്. എന്തു പറ്റി? അവൾ മണ്ടത്തരം കാണിച്ചു.
മണ്ടത്തിൽ അവളല്ല കാണിച്ച അവൾക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് പ്രശ്നം പറ്റിയത്. കാരണം അവൾ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അവൾ ആ 22 മാർക്ക് അവിടെ ഓൾറെഡി ഉണ്ട്, സേഫ് ആയിരുന്നു. അവൾക്കത് എഴുതേണ്ട കാര്യമില്ലായിരുന്നു. അവൾ എന്ത് ചെയ്യണം? ഓൾറെഡി 16 മാർക്ക് ഇതിന് വാങ്ങിച്ചില്ലേ, സോ ഇത് മാത്രം എഴുതിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൾക്ക് 22ഉം 16 കൂട്ടുമ്പോൾ 38 മാർക്ക് അവൾ ജയിച്ചു, സുഖമായിട്ട് ജയിച്ചവൾ. മനസ്സിലായോ? 2 അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. +1 പഠിക്കാൻ പറ്റിയില്ല, +2 കുറച്ചുകൂടെ മാർക്ക് നേടി, പക്ഷേ +1ൻ്റെ മാർക്ക് പോയി. അവൾ എഴുതിയ ഏത് എക്സാം ആണോ ആ എക്സാമിൻ്റെ മാർക്ക് എടുക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ +1 അറ്റൻഡ് ചെയ്താൽ ആ മാർക്ക് എത്രയാണ് കിട്ടുന്നത്? 2 മാർക്കാണെങ്കിൽ 2 മാർക്ക് എടുക്കത്തുള്ളൂ. ഓക്കെ, റെഗുലർ കുട്ടികൾക്കാണ് മക്കളെ കൂടുതലും മാർക്ക് കിട്ടിയാലും കുറവ് മാർക്ക് കിട്ടിയാലും ഈ മാർക്ക് അവിടെ സ്റ്റേ ചെയ്യും. മനസ്സിലായോ? സേഫായിട്ട് അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് എഴുതാം. അതുപോലെ അല്ല നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്നേഹം കൊണ്ട് പറയാണ് കിട്ടിയ മാർക്ക് കളയരുത്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെയാണ് +1 എഴുതണോ +2 എഴുതണോ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് +1 എഴുതാനായിരുന്നു എനിക്ക് ആഗ്രഹം, പക്ഷേ പഠിച്ചു വന്നപ്പോഴത്തേക്കും എനിക്കൊന്ന് മനസ്സിലാവണില്ല, ഇനി +2 എഴുതിയാൽ മതിയോ? നിങ്ങൾക്ക് ഇനി അവസരം ഉണ്ടാ. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഇപ്പോഴും 2 രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുവാണ്. നിങ്ങൾക്ക് ഇനിയും തീരുമാനിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം +1 ആണ് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റി +2 എഴുതാം. നിങ്ങളുടെ ആഗ്രഹം തീരുമാനം മാറ്റാം. കാരണം ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. 2 രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുവാണ്, ഓൾറെഡി കഴിഞ്ഞു. ഒരെണ്ണമൊന്നും ആർക്കും രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല, 2 കൂടെ ഒരുമിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഏത് എഴുതണം നോക്കിക്കോണം. സയൻസ് സബ്ജക്റ്റുകൾക്ക് ഔട്ട് ഓഫ് 60 മാർക്കുള്ള സബ്ജക്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്. ഔട്ട് ഓഫ് 60 മാർക്കുള്ള കുട്ടികൾ 60 മാർക്ക് വേണ്ട സബ്ജക്റ്റുകൾ ഏതാണ്? ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് അങ്ങനെ പോലുള്ള സബ്ജക്റ്റുകൾക്ക് മക്കളെ +1 നിങ്ങൾക്ക് ഏകദേശം 18 അല്ലെങ്കിൽ 17 മാർക്ക് കിട്ടിയെങ്കിൽ +2 നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടില്ലെന്ന് വെച്ചോ. ഏകദേശം 18 17 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം നന്നായിട്ട് പഠിക്കുക. ഏതെങ്കിലും ഒരെണ്ണം നന്നായിട്ട് പഠിച്ച് 18 17 കിട്ടിയെങ്കിൽ നിങ്ങളൊരു 19 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ മേലെ ടോട്ടൽ 36 കിട്ടത്തില്ലേ? +2 നന്നായിട്ട് പഠിക്കുക. 18 17 കിട്ടിയ കുട്ടികൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, കാരണം ഏതെങ്കിലും ഒരു വർഷത്തെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക, എന്നിട്ട് ടോട്ടൽ 36 ആക്കുക. അതേപോലെ 48 മാർക്ക് വാങ്ങേണ്ട കുട്ടി ഇതേപോലെ തന്നെ 80 മാർക്കിൽ എക്സാമുള്ള കുട്ടി ഏതാണ്? ഇംഗ്ലീഷും അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ. അത് നിങ്ങൾക്ക് ഇതേപോലെ ഏകദേശം 48 വേണം. സോ 24 25 ഫസ്റ്റ് ഇയർ കിട്ടി. നിങ്ങൾ സെക്കൻഡ് ഇയറിൽ എഴുതി വേണമെങ്കിൽ 24 25 വാങ്ങാം. 25 വാങ്ങിയാൽ നിങ്ങൾക്ക് ടോട്ടൽ 48 കൂടുതലായി. ഓക്കെ, ഇനി എപ്പോഴാണ് 2 സബ്ജക്റ്റ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സബ്ജക്റ്റ് എഴുതാൻ കേട്ടോ മക്കളെ. കാരണം 18 മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങളോട് ഞാൻ പറയുന്നത് മക്കളെ 15 മാർക്ക് ഇത് 14 മാർക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ നിർബന്ധമായിട്ട് 2 വർഷം എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം 15 മാർക്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് എലമെൻ്റ് ആണ്. കാരണം ഇവിടെ 15 കിട്ടി, നിങ്ങൾ +2 മാത്രമേ എഴുതുന്നുള്ളൂ. +2 മാത്രമേ എഴുതുന്നുള്ളേ. ഇവിടെ ഇപ്പോൾ 15 കിട്ടി, മറ്റേതിന് 10 എന്നിരിക്കട്ടെ. +1 15 കിട്ടി, നിങ്ങൾക്ക് +2 10 കിട്ടി. ഇപ്പോൾ എത്ര? 25. നിങ്ങൾ +2 നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ 20 മാർക്ക് വാങ്ങി. +2 നന്നായിട്ട് പഠിച്ചു, 20 മാർക്ക് വാങ്ങി. പക്ഷേ ടോട്ടൽ എത്രയായി? 35. എന്നാൽ +1 കൂടെ ഒന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു മാർക്കും കൂടെ കൂടിയിരുന്നെങ്കിലോ? 1 മാർക്ക് കൂടെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ, കുറഞ്ഞാൽ പോയി, പക്ഷേ 1 മാർക്ക് കൂടെ കൂടുതൽ വാങ്ങാൻ എന്തായാലും ഇത് പഠിച്ചതല്ലേടാ, കുറച്ച് അതും കൂടെ പഠിച്ചിരുന്നെങ്കിൽ 36 മാർക്ക് വാങ്ങി നിങ്ങൾക്ക് ജയിക്കാമായിരുന്നടാ. ആ അവസരമാണ് പോയത്. ഇനിയിപ്പോൾ അടുത്ത വർഷം എഴുതാമെന്ന് വിചാരിച്ചാലും അടുത്ത വർഷത്തെ രീതികളൊക്കെ എങ്ങനെയാണ് മാറുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് എക്സാം മാറുന്നതെന്നും എനിക്കറിയത്തില്ല. ഓക്കെ, ഇനി വരുന്ന എക്സാമുകൾക്കൊക്കെ കാൽക്കുലേറ്റർ നിരോധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ഒരു ചെറിയ ഇൻഫർമേഷനൊക്കെ വരുന്നുണ്ട്. CBSE കുട്ടികൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ മാത്സ് കുട്ടികൾക്കും സയൻസ് കുട്ടികൾക്കും നമ്മുടെ സ്റ്റേറ്റ് കുട്ടികൾക്കും കാൽക്കുലേറ്റർ നിരോധിക്കണമെന്ന് പറഞ്ഞൊരു ഇത് വരുവാണെങ്കിൽ പെട്ടില്ലേടാ. ഓരോ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പറയുവാണ് മക്കളെ, ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് പഠിച്ച് എക്സാം എഴുതി ഈ വർഷം തന്നെ എല്ലാവരും ജയിക്കണം, എല്ലാവരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഹോൾ ടിക്കറ്റിൽ 2 എണ്ണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം എഴുതാം, 2 എണ്ണം എഴുതാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പോൾ 20 മാർക്ക് അല്ലെങ്കിൽ 18 മാർക്ക് ഓൾറെഡി ജയിച്ച കുട്ടികളോട് ഞാൻ പറയുന്നത് ആ വർഷം നിങ്ങൾ എഴുതണമെന്നില്ല, മറ്റേ വർഷം മാത്രം എഴുതി കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. ഓക്കെ, പിന്നെ വലിച്ചു വാരി പഠിക്കാതിരിക്കുക മക്കളെ. ഇപ്പോൾ തന്നെ മാത്സിൻ്റെ കാര്യം,
+2 അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി കുട്ടികളുടെ കാര്യമെല്ലാം പറയുന്നത്. മാത്സ് എഴുതാൻ പോകുന്ന കുട്ടികളോട് ഞാൻ പറയുന്ന മക്കളെ, ആദ്യത്തെ 4 ചാപ്റ്റർ, ലാസ്റ്റത്തെ 4 ചാപ്റ്റർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മാത്രം നടുക്കുള്ളൊരു 5 ചാപ്റ്റർ ഉണ്ട്, അത് നിങ്ങൾ പഠിക്കേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾ പോക്കോ, നിങ്ങൾ ജയിച്ചിരിക്കും. ഡബിൾ പാസിന് അപ്പുറം മാർക്ക് വാങ്ങാനുള്ള കിട്ടും. നിങ്ങൾക്ക് ഓൾറെഡി ഒരു വർഷത്തെ ഉണ്ടെങ്കിൽ തന്നെ +2ൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. +2ൽ നിങ്ങൾ ആദ്യത്തെ 4 ലാസ്റ്റത്തെ 4 മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ ജയിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാനിങ് വാരി വലിച്ച് പഠിച്ച് ഉള്ളതും കൂടി ഇല്ലാതാക്കുക, അതാണ് ചെയ്യുന്ന പലരും. ഓക്കെ, അത് ചെയ്യരുത്, അത് ആവർത്തിക്കരുത്. അതുകൊണ്ട് പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ എവിടെയെങ്കിലും ചേർന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയോ എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ടൈം അത് ഇനി നമ്മുടെ കയ്യിലില്ല. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി കുറച്ച് ടെൻഷൻ അടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും ടെൻഷൻ അടിക്കണം മക്കളെ. കാരണം സമയം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ഡൗട്ടായിരുന്നു പലർക്കും ഉണ്ടായിരുന്നു. സോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്ന മക്കളെ. ഇനി ആ ഡൗട്ടുമായിട്ട് ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ഇത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയുക. അത് മനസ്സിലായ കുട്ടികളുണ്ടെങ്കിൽ ആ കമൻറ്റിന് ഉത്തരം കൂടെ പറഞ്ഞു കൊടുത്തു കേട്ടോ. കാരണം ഞാൻ കമൻറ്റ് റിപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായ കുട്ടികൾ, ഓൾറെഡി ഇതെല്ലാം അറിയാവുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊന്ന് റിപ്ലൈ ചെയ്ത് കൊടുക്കുക. പരസ്പരം നമുക്ക് ഹെൽപ്പ് ചെയ്ത് നല്ല കിഡിലിനായിട്ട് നമുക്ക് സേ എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയണം മക്കൾ, ഈ വർഷം എഴുതിയെടുത്തിരിക്കണം. അടുത്ത വർഷം തൊട്ട് പരീക്ഷയുടെ രീതികളെ മാറാൻ പോവുകയാണ് മക്കളെ. സോ ഇനി ഒരു ചാൻസ് എടുക്കരുത്. അല്ലെങ്കിൽ അടുത്ത സേ എക്സാം എഴുതാം, അടുത്തതെന്നുള്ളൊരു വാക്ക് ഇനി നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവരുത് മക്കളെ. ഇത്തവണ ഞാൻ ജയിച്ചിരിക്കും. മുന്നൊരു 10-15 ദിവസമുണ്ട്, നന്നായിട്ട് പഠിച്ച് ഞാൻ ജയിച്ചിരിക്കും. ഇനിയുള്ള നാളെ തൊട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി തൊട്ട് പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. സോ ഇനി ഒരു അവസരം വേണ്ട, ഇനി ഇത്തവണ എഴുതിയെടുക്കണം. എൻ്റെ എല്ലാ മക്കളോടും പറയുകയാണ്, സ്നേഹത്തോടെ പറയുവാണ്. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. 2014 തോറ്റ കുട്ടി ഉൾപ്പെടെ എൻ്റെ ബാച്ചിലുണ്ടിപ്പം. അവരുടെ വിഷമം കേട്ടോണ്ട് ഞാൻ പറയുവാണ്. ഇനി അവരൊക്കെ എങ്ങനെ മുന്നോട്ടുള്ള വർഷങ്ങൾ അവരുൾപ്പെടെ കേൾക്കാനാണ് പറയുന്നത് മക്കളെ. 2014 തോറ്റ കുട്ടി, അറിയാലോ എത്ര വർഷമായെന്ന്. അവർ വരെ എൻ്റെ ബാച്ചിലുണ്ട്. സോ അവർ കേൾക്കാൻ വേണ്ടി കൂടിയാണ് പറയുന്നത്. ഇനി അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യരുത്, എഴുതിയെടുക്കുക. ഓക്കെ, എൻ്റെ എല്ലാ മക്കൾക്കും എഴുതിയെടുക്കാൻ പറ്റട്ടെ, നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ, നല്ല എക്സാം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്.